ഹൈഫൈവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, അത്ര സുഖകരമല്ലാത്ത കുറച്ച് വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. കൂടുതലും ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ദുരന്തങ്ങളുടെ ആവർത്തനങ്ങളാണ്. പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ തൃശ്ശൂരിലെ വെടിക്കെട്ട് ദുരന്തം അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ ഒന്നടങ്കം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഈ കടുത്ത വേനലാണ്. ഈ കടുത്ത വേനൽ കാരണം ചൂട് കൂടിയതുകൊണ്ടാണ് ഈ വെടിക്കെട്ട് ദുരന്തം അടക്കം ഉണ്ടായത്. അതുമാത്രമല്ല, ഈ ചൂട് കൂടുന്നത് കൊണ്ട് വലിയ തരത്തിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ പോലും ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നു. ചൂട് കൂടി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നു. ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ കടുത്ത ചൂട് ഇങ്ങനെ കേരളത്തിൽ തുടരുന്നതിനാൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലായിരുന്നു ആദ്യം മുന്നറിയിപ്പ്. ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് മാറ്റിയിട്ടുണ്ട്. പാലക്കാടും തൃശ്ശൂരും ഈ ഒരു ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. നല്ല ചൂട് തന്നെയാണ് എല്ലായിടത്തും. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആർക്കും പറ്റാത്ത ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും വേനൽ അവധിയൊക്കെ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും നമുക്ക് കുട്ടികളെ കൊണ്ടൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. സമ്മർ ക്യാമ്പ് അടക്കം അല്ലെങ്കിൽ അത്തരം അവധിക്കാല ക്ലാസ്സുകളോ മറ്റു പരിപാടികളോ ഒന്നും വെക്കരുത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ ഈ ഒരു ഇത് തുടരും. ഇന്നും നാളെയും ഒക്കെ ഈ ഒരു ചൂട് തുടരും എന്നുള്ള കാര്യം മുന്നറിയിപ്പാണ് നൽകുന്നത്. വേനൽമഴ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം വേനൽമഴ ഉണ്ടാകും. നമ്മളതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും അങ്ങേയറ്റം ശ്രദ്ധ വേണ്ട ദിവസങ്ങളാണ് ഇത് എന്നുള്ളതാണ്. ഉരുകി കേരളം. അപ്പോൾ പറഞ്ഞതുപോലെ ഈ ചൂട് കൂടുന്നത് മൂലം ആളുകളുടെ ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യമാണ്. അത് കേരളത്തിൽ ഈ രണ്ട് ജില്ലകൾ, ഇടുക്കിയും വയനാടും ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലുള്ള ആളുകളെല്ലാം ഈ ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തണുപ്പ് തേടി പുറത്തേക്ക് ഇറങ്ങുന്ന പാമ്പുകളും മറ്റൊരു ഭീതിയാവുന്നത്. അക്ഷരാർത്ഥത്തിൽ വലിയ ആശങ്കയിലും ഭയപ്പാടിലുമാണ് മലയാളികൾ. എന്നാൽ നമുക്ക് ജാഗ്രത പാലിച്ചാൽ ഈ ആശങ്കകളൊക്കെ അകറ്റാം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉയർന്ന താപനിലയിൽ ഉരുകിയിരിക്കുകയാണ് കേരളം. അപ്പോൾ അതീവ ജാഗ്രത വേണ്ട സമയമാണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. പക്ഷേ ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട, ജാഗരൂകരാകേണ്ട ഒരു സമയമാണ്. അപ്പോൾ പ്രശ്നം ഗുരുതരവും ഗൗരവകരവുമാണ്. നമ്മൾ വിചാരിക്കും മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ വേനൽക്കാലത്ത് പുറത്തിറങ്ങി കളിച്ചിട്ടുള്ളതല്ലേ, അതുപോലെ അങ്ങ് പുറത്തിറങ്ങി നടക്കാം എന്നൊക്കെ വിചാരിക്കും. അതുപോലെയല്ല, ചൂടിൻ്റെ ആ ഒരു ആർദ്രത, തീവ്രതയൊക്കെ വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ടത് ശ്രദ്ധ എന്നുള്ള കാര്യമാണ് ഇതിൽ വേണ്ടത്. അതിൽ പകൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യത്തിനല്ലാതെ ഈ സമയത്ത് വെറുതെ ആരും പുറത്തിറങ്ങി നടക്കരുത്. പിന്നെ കൂടുതൽ സമയം ശരീരത്തിൽ വെയിലേൽക്കുകയും ചെയ്യരുത്. ഈ സമയത്ത് കൂടുതൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ കൂടുതൽ സമയം നേരിട്ട് വെയിലേൽക്കാൻ ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യമാണ് സ്വയം ലോക്ക്ഡൗൺ വേണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമോ അല്ല. കാരണം കോവിഡ് കാലത്ത് നമ്മൾ ഈ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ച ആളുകളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. പരിമിതികൾക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സ്വയം തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ക്യാൻസർ രോഗികൾ, ഗർഭിണികളായിട്ടുള്ള ആളുകൾ, അതുപോലെ അത്തരം ഗുരുതരമായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകളൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാട്ടിലും ആരോഗ്യമുള്ളവരെക്കാട്ടിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ഈ പുറത്തിറങ്ങുന്നത് നിർബന്ധമായും ഒഴിവാക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇവർക്ക് വീടിനകത്ത് പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് വെള്ളം, നമുക്ക് ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ AC യോ ഫാനോ ഉള്ള സ്ഥലത്ത് ഇരിക്കുക. വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും തണലുള്ള സ്ഥലത്ത് കൂടുതലായിട്ടും ഇരിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കണം. ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ലോക്ക്ഡൗൺ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പകൽ സമയം
പുറം പണികൾ ഒന്നും വേണ്ട എന്നുള്ളതാണ്. പുറം പണി എന്ന് പറയുമ്പോൾ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലൊക്കെ പല ആളുകളും, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഈ പകൽ സമയത്ത് പുറത്തു പോയിട്ട് പുല്ല് വെട്ടും, അല്ലെങ്കിൽ വിറക് എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ പകൽ സമയത്ത് ഒഴിവാക്കുക, പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി വീട്ടുജോലിക്കിടയിലും ഇടവേള വേണം. വീട്ടിലിപ്പോൾ നമ്മൾ വീട്ടിനകത്തിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും പൂർണ്ണ സമയവും അതിൽ മുഴുകി ഈ ചൂട് ഏറ്റ് നിൽക്കാതെ കുറച്ച് ഇടവേള എടുത്ത് മാറി വിശ്രമിക്കുക എന്നുള്ളതാണ്. ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എ സിയുടെ അടിയിലോ അല്ലെങ്കിൽ കാറ്റുള്ള മറ്റൊരു സ്ഥലത്തോ തുറന്നിട്ട ജനാലയ്ക്ക് അരികിലോ ഒക്കെ പോയി കുറച്ച് നേരം വിശ്രമിക്കുക. പിന്നെ പുറത്തിറങ്ങിയാൽ നിർബന്ധമായിട്ടും കുട ചൂടണം. പുറത്തേക്ക് 2 അടി അങ്ങോട്ട് പോകാൻ, തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനാ കുട വേണ്ട എന്ന് വിചാരിക്കരുത്. ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും ഒരു കുട എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാദരക്ഷകൾ നിർബന്ധമായിട്ടും ധരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കാൽപാദമെല്ലാം പൊള്ളി കുടുന്നിരിക്കും. അതുകൊണ്ട് പാദരക്ഷകൾ നിർബന്ധമായിട്ടും ധരിക്കണം. സൺഗ്ലാസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മലയാളികളെ സംബന്ധിച്ച് സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് വലിയ തരത്തിൽ എന്തോ ഒരു അഹങ്കാരമുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. സൺഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുകയാണല്ലോ. ഈ ചൂടത്ത് സൺഗ്ലാസ് വെച്ച് തന്നെ നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനാണ് അത് ദോഷം ചെയ്യുക, നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രം ധരിക്കണം. കൂടുതലും വെള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ഇളം നിറത്തിലുള്ള അധികം ടൈറ്റ് അല്ലാത്ത അയഞ്ഞ വസ്ത്രം ധരിക്കാൻ, കട്ടിയില്ലാത്ത വസ്ത്രം. കോട്ടൺ വസ്ത്രമാണ് ഏറ്റവും ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. അത്തരം വസ്ത്രങ്ങൾ ഈ ഒരു സമയത്ത് ധരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാളും ഉപ്പിട്ട കഞ്ഞിവെള്ളവും നാരങ്ങ വെള്ളവും കുടിക്കുന്നതാണ് ഈ ഒരു സമയത്ത് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും ഈ ഒരു ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് തണുത്ത സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും അതത്ര നല്ലതല്ല. സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ ഇതൊക്കെ കുടിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു നമ്മുടെ ഈ ഒരു ചൂട് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം, ചൂടിനെക്കാട്ടിലും മറ്റൊരു ഭീതി പരത്തുന്ന ഒരു വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെ ഏറെ പേടിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന, ഒരുപാട് ചെറിയ കുരുന്നുകളുടെ അടക്കം ജീവൻ എടുക്കുന്ന ഒരു വിഷയമാണ് പാമ്പുകളുടെ പ്രശ്നം എന്നുള്ളത്. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. ചെറിയൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ചെടികളൊക്കെ വളർത്തുന്ന ഒരു സമയമാണ്. വീടിനോട് ചേർന്ന് ചെടികൾ വളർത്തും. ഈ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ജനവാതിലുകളൊക്കെ തുറന്നിടാനുള്ള സാധ്യതയുണ്ട്, പുറത്തിറങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാമ്പുകളെ കണ്ടില്ലേ, പാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. പ്രത്യേകിച്ചും നമ്മൾ എവിടെയാണ് അത് വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ കിടക്കയിലോ അല്ലെങ്കിൽ നമ്മുടെ കസേരയുടെ അടിയിലോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാല് ചവിട്ടുന്ന ചവിട്ടിയുടെ അടിയിലോ ഒക്കെ പാമ്പുകൾ വന്നിരിക്കാം. വലിയ വിഷജന്തുക്കളാണ്. അപ്പോൾ പാമ്പുകളെ കൃത്യമായിട്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വാതിലുകളും ജനലുകളും അടച്ചിടുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു നമ്മൾ ചൂടാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും വാതിലും ജനലും ഒക്കെ തുറന്നിടാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ നേരമൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ട. വാതിലുകളും ജനലുകളും കൃത്യമായിട്ടും അടച്ചിടണം, നിർബന്ധമായും അടച്ചിടണം എന്നുള്ളതാണ്. പിന്നെ വീടിന് പുറത്ത് ഉറങ്ങാതിരിക്കുക. ഈ ചൂടായതുകൊണ്ട് കുറച്ച് നേരം വീട്ടിന് പുറത്ത് ഒരു കട്ടിലൊക്കെ കൊണ്ടിട്ട് ഉറങ്ങാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കൊതുക് വല ഉപയോഗിക്കുക. ഇനി ജനലോ വാതിലോ ഒക്കെ തുറന്നിടണമെങ്കിൽ ഇപ്പോൾ ജനലുകളിലൊക്കെ മറ്റേ നെറ്റ് അടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നെറ്റുകൾ അടിച്ചിട്ട് നമുക്ക് ജനലുകൾ തുറന്നിടാം. അപ്പോൾ ഈ ഇഴജന്തുക്കൾ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അത് സഹായകരമാകും. മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, ഭക്ഷണാവശിഷ്ടങ്ങളാണെങ്കിലും എന്തോ ആണെങ്കിലും പുറത്ത് കൊണ്ടുപോയി അങ്ങ് തള്ളുക അല്ലെങ്കിൽ കൂട്ടിയിടുക എന്നുള്ളത്. ഇത് ഈ പാമ്പുകളെ, ഇഴജന്തുക്കളെ വലിയ രീതിയിൽ ആകർഷിക്കും. അവർ ഭക്ഷണം തേടി വരും. അപ്പോൾ അത്തരത്തിൽ മാലിന്യം കൂട്ടിയിടാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പാദരക്ഷകൾ ധരിക്കണം. നമ്മൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെരുപ്പ് ധരിക്കണം എന്ന് പറഞ്ഞു. ഈ ഇഴജന്തുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയും കൃത്യമായിട്ട് പാദരക്ഷകൾ ധരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. അതായത് ഈ വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ ഇതൊക്കെ നമ്മുടെ പരിസരത്ത് നമ്മൾ അത്തരത്തിൽ കൂട്ടിയിടാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമം ഉള്ളതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ടും വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വിറകിൻ്റെ ഉപയോഗം കൂടുന്നു. വിറക് നമ്മുടെ പുരയിടത്തിലൊക്കെ ഇങ്ങനെ വിറകും തൊണ്ടും ചകിരിയും ചിരട്ടയും ഒക്കെ കൂട്ടിയിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ എന്നുള്ളതാണ്. ഈ അതിൻ്റെ ഇടയിലൊക്കെ ഇഴജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടോർച്ച് ഉപയോഗിക്കുക. നമ്മൾ പുറത്തേക്ക്, പ്രത്യേകിച്ചും രാത്രിയിൽ പുറത്തേക്ക് പോകുമ്പോൾ
ഒരു ടോർച്ച്, ഇപ്പോൾ എല്ലാവരുടെയും ഫോണിൽ ടോർച്ച് ഉണ്ടല്ലോ, ടോർച്ച് ഉപയോഗിച്ച് പരിസരമൊക്കെ നോക്കി സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പുറത്തേക്ക് പോകുക. പിന്നെ കിടക്കയും പുതപ്പും സുരക്ഷിതമാക്കുക. കിടന്നുറങ്ങാൻ നേരം നേരെ പോയി ബെഡിലേക്ക് കിടന്നുറങ്ങാതെ കിടക്കയൊക്കെ ഒന്ന് തല്ലിക്കുടഞ്ഞ് പുതപ്പൊക്കെ ഒന്ന് നോക്കി അതൊന്ന് എടുത്ത് നോക്കി അതിൻ്റെ ഇടയിലൊന്നും ഈ പാമ്പോ അല്ലെങ്കിൽ ഇഴജന്തുക്കളോ പതിയിരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം. അതിപ്പോൾ എത്ര പുതിയ ആധുനിക വീടുകളാണെങ്കിലും ശരി, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇത്തരത്തിൽ പാമ്പിനെ എവിടെങ്കിലും, പാമ്പുകൾ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, നമുക്ക് അറിയത്തുപോലും ഇല്ല എവിടെയായിരിക്കും വന്നിരിക്കുക. അപ്പോൾ പാമ്പ് എവിടെ വേണേ വന്നിരിക്കാം, നമ്മുടെ വീടിൻ്റെ മച്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ തറയിലോ എവിടെയാണേലും. അപ്പോൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുവോ നിലവിളിക്കുവോ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് അടിച്ചു കൊല്ലാൻ നോക്കുവോ ഒന്നും ചെയ്യാതെ ബന്ധപ്പെട്ട അധികാരികളെ അല്ലെങ്കിൽ അധികൃതരെ, പാമ്പ് പിടിക്കുന്ന ആളുകളെ, അതൊക്കെ കൃത്യമായിട്ട് പത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകളിലും ഒക്കെ ലഭ്യമാണ്, നമ്പറുകളൊക്കെ ലഭ്യമാണ്. അവരെ വിളിച്ച് കൃത്യമായിട്ട് പാമ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പാമ്പിനെ കണ്ടിട്ടുണ്ട് എന്നറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ചൂടിനെയും പാമ്പിനെയും നമ്മൾ എന്തായാലും പ്രതിരോധിച്ചേ മതിയാകൂ. നമ്മുടെ ജീവനും നമ്മുടെ മുന്നോട്ടുള്ള ജീവനും ഒക്കെ ഭീഷണിയായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളെയും പ്രതിരോധിക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് സുഖമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി